നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ ആരാധകരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ലോകകപ്പ് തൊട്ടടുത്തെത്തി, നെയ്മറുടെ പരിക്ക് എന്താകും, നെയ്മർക്ക് മൊത്തം ലോകകപ്പ് നഷ്ടമാകും എന്നൊക്കെയാണ്. ആരാധകരെ നിങ്ങൾ ഭയക്കേണ്ടതില്ല. കാരണം ഇന്ന് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ അവർ ഔദ്യോഗികമായ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. പുതിയ പരിശോധനകൾ നെയ്മറുടെ കാര്യത്തിൽ നടത്തി, പുതിയ MRI സ്കാൻ എടുത്തു. ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം നന്നായി മെച്ചപ്പെട്ടു വരുന്നുണ്ട്, നല്ല നിലയിലേക്ക് വരുന്നുണ്ട്. അധികം വൈകാതെ പരിശീലനത്തിൽ ഇറങ്ങാൻ പറ്റും. അധികം വൈകാതെ ബ്രസീൽ ടീമുമായി ഇഴചേർന്ന് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും എന്ന് തന്നെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. അതേസമയം ആദ്യ കളി, മൊറോക്കോയുമായുള്ള ആദ്യ കളിയിൽ നെയ്മർക്ക് മിസ്സാകും, നെയ്മർക്ക് നഷ്ടമാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പുതുമയൊന്നുമില്ല. നെയ്മർക്ക് ആദ്യ കളി കളിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാമത്തെ കളി ഹെയ്ത്തിയുമായിട്ടുള്ള ജൂൺ 19 നടക്കുന്ന കളിയിൽ തീർച്ചയായിട്ടും നെയ്മറിന് പറ്റും, കളിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ പുതിയ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മനസ്സിലാകുന്നത്. അദ്ദേഹം അധികം വൈകാതെ 2-3 ദിവസത്തിനുള്ളിൽ ബ്രസീലിനൊപ്പം പരിശീലനത്തിന് ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പുതിയ സ്കാനിങ്ങും മറ്റും എല്ലാ പരിശോധനകളും നടത്തി, ഒരു പ്രശ്നവുമില്ല. പരിക്ക് അത്ര ഗുരുതരമല്ല, പരിക്ക് മോശം അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അദ്ദേഹം നന്നായി മെച്ചപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ റീഹാബിലിറ്റേഷൻ നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ലോകകപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ നെയ്മർ കളിക്കും എന്ന് തന്നെയാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രസീൽ ആരാധകർ ആശങ്കപ്പെടേണ്ടതില്ല. നെയ്മർ ഈ ലോകകപ്പ് കളിക്കും, അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന വിശ്വാസം തീർച്ചയായിട്ടും ആരാധകർ നിലനിർത്തുക തന്നെ വേണം. ഒരു തരത്തിലും ഭയക്കേണ്ടതില്ല.